മക്കളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ദൈവസ്വരം കേൾക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ആത്മീയ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. ഓരോ ദിവസം എന്ത് ത്യാഗത്തോടെ നമ്മൾ വരുന്നത്. കുറേ പേര് വളരെ ത്യാഗം സഹിച്ചാണിത് കേൾക്കുന്നത്. പലർക്കും കിട്ടുന്ന അനുഭവങ്ങളൊക്കെ വളരെ അത്ഭുതാവഹമാണ്. ആരോഗ്യപരമായും സാമ്പത്തികമായും കുടുംബപരമായും വിദ്യാർത്ഥികൾക്കൊക്കെ വലിയ അനുഗ്രഹങ്ങൾ ഈ വചന ശുശ്രൂഷയിലൂടെ, പ്രയർ ലൈനിലൂടെ കിട്ടുന്നു എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവം പ്രവർത്തിക്കുന്നു. മകളെ, ഇന്നത്തെ വചനം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 12-ാം വാക്യം. സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു, ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. മകളെ, സ്വർഗത്തിൽ നിന്ന് വന്ന യേശുവിന് മാത്രമേ മരണത്തിനപ്പുറമുള്ള എന്തെങ്കിലും പഠിപ്പിക്കാനാവൂ. ഈശോ പറയാണ്, സ്വർഗരാജ്യം ബലപ്രയോഗത്തോടെ നമ്മൾ നേടിയെടുക്കണം. ആത്മീയമായ ശക്തി ഉപയോഗിച്ച് സ്വർഗം പിടിച്ചടക്കുവാൻ ഈശോ നമ്മെ നിർബന്ധിക്കുകയാണ്. ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ തകർന്നാൽ മാത്രമാണ് ആത്മാവിൻ്റെ ശക്തി ഉണരുകയുള്ളൂ. സ്വർഗത്തിലെത്താൻ ശരീര അവയവങ്ങൾ തടസ്സമാകുന്നുവെങ്കിൽ വെട്ടിക്കളയുക, അങ്ങനെയാണ് ഈശോ പറയുന്നത്. കൈകളും കാലുകളും കണ്ണും നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും സ്വർഗം സ്വന്തമാക്കാൻ ഈശോ നമ്മെ പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ബലം പ്രയോഗിക്കാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. കൈകളും കാലുകളും കണ്ണുകളുമായി വിശാലമായ വഴിയിലൂടെ നിത്യനരകാഗ്നിയിൽ ചെന്ന് ചേരാതിരിക്കുവാൻ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സ്വർഗരാജ്യം ബലപ്രയോഗത്താൽ അത് കൈവശമാക്കുവാൻ. യുവജനങ്ങളെ, വിദ്യാർത്ഥിനികളെ, വിവിധങ്ങളായ ഭക്തസംഘടനകളിലെ സമൂഹങ്ങളെ, പ്രാർത്ഥനാ സമൂഹങ്ങളെ, പ്രേക്ഷിത ഗണങ്ങളെ, നമുക്കുണരാം. ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി മാറാം. ഈ നോമ്പ് കാലഘട്ടത്തിൽ വചനം അനേകാര്യങ്ങൾക്ക് എത്തിക്കുന്ന കർത്താവിൻ്റെ സുവിശേഷ വേലയുടെ പ്രണയിതാക്കളായി മാറാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ. ഇതാ വചനമാകുന്ന യേശു നിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു. സ്വർഗരാജ്യം വിളംബരം ചെയ്യാൻ നിന്നെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്നു. ഈ ദൗത്യം നമുക്ക് ഏറ്റെടുക്കാം. സ്വർഗരാജ്യം ബലവാന്മാർ ബലപ്രയോഗത്തിലൂടെ പിടിച്ചടക്കുന്നു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.